ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഗൈസ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് vs ചെന്നൈയിൻ FC മാച്ചിനെ പറ്റിയാണ്. പിന്നെ ഗൈസ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ ആദ്യമായി പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് vs ചെന്നൈയിൻ FC ഓൾ ഹെഡ് ടു ഹെഡിനെ പറ്റിയാണ്. ഇതുവരെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സും ചെന്നൈയിൻ FCയും തമ്മിൽ ഏറ്റുമുട്ടിയത് 22 തവണയാണ്. അതിൽ 6 തവണയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചത്, 7 തവണ ചെന്നൈയും. ബാക്കി 9 കളി സമനിലയാകുകയാണ് ചെയ്തത്. ഇപ്പോൾ നിലവിൽ പോയിൻറ്റ്സ് ടേബിളിൽ ചെന്നൈയിൻ FC 4ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ നിലവിൽ ചെന്നൈയിൻ FCക്കൊപ്പം പോയിൻറ്റ്സ് ടേബിളിൽ 12 പോയിൻറ്റുമായി നിൽക്കുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC ഗോവ, പഞ്ചാബ് FC, ജംഷഡ്പൂർ FC എന്നീ ടീമുകളാണ്. പിന്നെ ഗൈസ്, ചെന്നൈയുടെ മുന്നേറ്റ നിരയെ പറ്റി പറയുമ്പോൾ കോണർ ഷീൽഡ്സ്, വിൽമ ജോർഡൻ ഗിൽ, ചീമ ചുക്കു, എൽസീനോ, ഫാറൂഖ് ചൗധരി എന്നീ തുടർന്ന പ്ലെയേഴ്സാണ് ചെന്നൈയുടെ മുന്നേറ്റ നിര കാക്കുന്നത്. പിന്നെ പ്രീതം പോലത്തെ എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് ഉള്ള കാരണം നമുക്ക് ആ ഒരു ചിന്തയുടെ ആവശ്യമേ ഇല്ല. പിന്നെ ഗൈസ്, പറയാനുള്ളത് സെറ്റ് പീസ് കൺസീഡിങ്ങിനെ പറ്റിയാണ്. പലപ്പോഴും സോംകുമാർ ആവട്ടെ, സച്ചിൻ സുരേഷ് ആവട്ടെ, സെറ്റ് പീസ് ബോൾ കണക്ട് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം കാരണമാണ് നമ്മൾ ഈ സീസണിൽ കൂടുതലും ഗോൾ കൺസീഡ് ചെയ്യും. ഇക്കാര്യം എന്തായാലും ഓവൻ കോയൽ എന്ന കോച്ചിന് എന്തായാലും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ടാക്ടിക്സ് ആയിട്ടായിരിക്കും ഓവൻ കോയൽ കൊച്ചിയിലേക്ക് വരുന്നത്. അപ്പോൾ ഇനിയും റിപ്പോർട്ടുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും. വരെയും എല്ലാവർക്കും ബൈ.